തമിഴ് ചലച്ചിത്ര ലോകത്തു നിന്നും രാഷ്ട്രീയ സിംഹാസനങ്ങളിലേക്ക് താരങ്ങൾ ചുവടുവയ്ക്കുന്ന പതിവ് തമിഴകത്ത് പുതിയൊരു ചരിത്രമല്ല. എന്നാൽ സമീപകാലത്ത് തമിഴ് രാഷ്ട്രീയത്തിൽ വമ്പിച്ച വൻ അട്ടിമറികൾക്കും മാറ്റങ്ങൾക്കും പിന്നാലെ സൂപ്പർ താരം സൂര്യയും സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ വീണ്ടും ശക്തമാവുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയുടെ രാഷ്ട്രീയ വിജയത്തിന് പിന്നാലെ സൂര്യയും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ചുവട് മാറ്റുമെന്ന വാർത്തകളാണ് ഇപ്പോൾ തമിഴകത്ത് ചർച്ചാ വിഷയം. ചെന്നൈയിൽ നടന്ന അഖിലേന്ത്യാ സൂര്യ തലമൈ നൽപണി ഇയക്കത്തിന്റെ ജില്ലാ ഭാരവാഹികളുടെ യോഗത്തിൽ ഒരു പ്രമുഖ ആരാധക സംഘടനാ നേതാവ് നടത്തിയ പ്രസംഗമാണ് ഈ ചർച്ചകൾക്ക് വീണ്ടും ജീവൻ നൽകിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ പ്രമുഖ വാർത്താ ചാനലായ തന്തി TV ഈ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെയാണ് അഭ്യൂഹങ്ങൾ കാട്ടുതീ പോലെ പടർന്നത്. ചെന്നൈയിൽ നടന്ന യോഗത്തിൽ ഉയർന്നു കേട്ട വാക്കുകൾ കേവലം ഒരു ആരാധകന്റെ ആവേശം മാത്രമല്ല, മറിച്ച് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ആഹ്വാനമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. യോഗത്തിൽ സംസാരിച്ച സംഘടനാ നേതാവ് അണികളോട് വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കാൻ ആവശ്യപ്പെടുകയും, ഞാൻ നിങ്ങളുടെ മുഖങ്ങൾ കാണുന്നു, എന്നാൽ കാലത്തിന്റെ കണ്ണാടിയിലൂടെ നിങ്ങളുടെ മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ ചില MLA-മാരെയും MP-മാരെയും കാണാൻ സാധിക്കുന്നുണ്ട്. നിയമസഭയ്ക്കുള്ളിൽ മന്ത്രി എന്നെഴുതിയ നെയിം ബോർഡിന് പിന്നിലിരിക്കുന്ന വ്യക്തികളെ എനിക്ക് കാണാൻ കഴിയുന്നു. കാവലും ദൈവവും തീരുമാനിച്ചാൽ ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. സൂര്യ നൽപണി ഇയക്കം വെക്കുന്ന ഈ ഒരടി 2-3 വർഷത്തിനുള്ളിൽ 130 അടി ഉയരത്തിലേക്ക് എത്തും. അതിനായി നിങ്ങൾ ഓരോരുത്തരും മാനസികമായി തയ്യാറായിരിക്കണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് സൂര്യയ്ക്ക് വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കാൻ ആരാധകരോട് ആഹ്വാനം ചെയ്ത അദ്ദേഹം സൂര്യ അണ്ണന് വേണ്ടി അധ്വാനിക്കാൻ തങ്ങൾ തയ്യാറാണോ എന്നും ഓരോരുത്തരും പിന്തുണ നൽകിയാൽ മാത്രമേ ഇത് മുന്നോട്ട് നീങ്ങുകയുള്ളൂ എന്നും ഓർമ്മിപ്പിച്ചു. ഇവിടെ ഞാൻ എന്ന ഭാവവും മറ്റ് ഭാരവാഹികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് അണ്ണന് വേണ്ടി എന്തിനും തയ്യാറാണെന്ന് പറയാൻ സാധിക്കുമെങ്കിൽ സൂര്യണ്ണൻ ജനപ്രതിനിധിയായി വരിക തന്നെ ചെയ്യുമെന്ന് നേതാവ് കൂട്ടിച്ചേർത്തു. ഇതാദ്യമായല്ല സൂര്യയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. മുൻപും പലതവണ ഇത്തരം അഭ്യൂഹങ്ങൾ തമിഴകത്ത് ശക്തമായിരുന്നു. പ്രത്യേകിച്ച് സൂര്യയുടെ നേതൃത്വത്തിലുള്ള അങ്കരം ഫൗണ്ടേഷൻ നടത്തുന്ന വിപുലമായ സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള അടിത്തറയായാണ് പലരും വിലയിരുത്തുന്നത്. കഴിഞ്ഞ വർഷം അങ്കരം ഫൗണ്ടേഷന്റെ ഒരു വലിയ പരിപാടിക്ക് പിന്നാലെ ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചപ്പോൾ സൂര്യയുടെ ആരാധക സംഘടന തന്നെ അത് നിഷേധിച്ച് രംഗത്തെത്തുകയും അന്നത്തെ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും സൂര്യയുടെ സാമൂഹിക സേവന ആശയങ്ങൾക്ക് വിരുദ്ധമാണെന്നും വിശദീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ആരാധക സംഘടനയുടെ ജില്ലാ ഭാരവാഹികളുടെ യോഗത്തിൽ നിന്ന് തന്നെ ഇത്തരമൊരു പരസ്യ രാഷ്ട്രീയ ആഹ്വാനം ഉയർന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. മുൻപ് സാമൂഹിക സേവനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന സംഘടന ഇപ്പോൾ തങ്ങളുടെ അണികളെ MLA-മാരും MP-മാരുമാകാൻ തയ്യാറെടുക്കാൻ ആവശ്യപ്പെടുന്നത് കൃത്യമായ രാഷ്ട്രീയ ചുവടുവെപ്പിന്റെ ഭാഗമാണെന്നാണ് നിലവിലെ പൊതുവിലയിരുത്തൽ.